വയനാട് പുൽപ്പള്ളി പാക്കം റോഡിൽ കാട്ടാന ഇറങ്ങി. കുറിച്ചിപ്പറ്റയിലെ വനപാതയിലാണ് ഇന്ന് രാവിലെ കാട്ടാന ഇറങ്ങിയത്. ആനയ്ക്ക് മുന്നിൽപ്പെട്ട കാർ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒരു ബൈക്കാരൻ വരുന്നുണ്ട്. സൈഡിൽ പൊക്കോളൊന്നും ഒന്നല്ലേ. ഭാഗ്യം കേട്ടോ. പിന്നെ സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കാർ യാത്രക്കാർ അത്ഭുതകരമായാണ് രക്ഷപ്പെടുന്നത്. എന്താണ് സംഭവിച്ചത് സുർജിത്ത്? വനപാതയാണിത് റിജിത്ത്. ആ പ്രദേശം എന്ന് പറയുന്നത് മാനന്തവാടിയിൽ നിന്ന് പുൽപ്പള്ളിയിലേക്ക് പോകുന്ന ആ പ്രധാനപ്പെട്ട ഒരു പാതയാണ്. വനത്തിനുള്ളിലൂടെയുള്ള പാതയാണ്. തൊട്ട് താഴെ കുറച്ച് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളുണ്ട്. ഒരു ഇറക്കമാണ്. ഇറക്കത്ത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തേക്ക് കാട്ടാന കയറാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഈ ആനയെ ആളുകൾ ഓടിക്കുകയായിരുന്നു. അതായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തുണ്ടായിരുന്നു. സ്വകാര്യ വ്യക്തികളുടെ ഈ സ്ഥലത്തേക്ക് കടക്കാതിരിക്കാൻ, അതിനെ തിരിച്ച് വനത്തിലേക്ക് പറഞ്ഞയക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. നേരെ ഈ കാട്ടാന റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു കാറ് വന്ന് അതിന് മുന്നിൽ പെടുന്നൊരു സ്ഥിതി ഉണ്ടായത്. ആ കാർ അവിടെ മുന്നിൽപ്പെട്ട് വളരെ സമയത്തോടുകൂടി അയാൾ അത് എടുത്തു മാറ്റുകയാണ്. അതിനിടയിൽ ആന ഒന്ന് തിരിഞ്ഞ് നോക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതിനുശേഷം അത് പതുക്കെ നടന്ന് അങ്ങോട്ട് വനഭാഗത്തേക്ക് നീങ്ങുകയായിരുന്നു. വളരെ സുരക്ഷിതമാണ് യാത്രക്കാരെ സംബന്ധിച്ച്. യാത്രക്കാരെല്ലാവരും തന്നെ സുരക്ഷിതരാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ വളരെ മുൾമുനയിൽ നിന്ന ഒരു നിമിഷമാകും ഒരു പക്ഷേ കാർ യാത്രക്കാരെ സംബന്ധിച്ച് ഉണ്ടായത്. കാരണം അത്രയ്ക്കധികം ആക്രമിക്കുമോ എന്നുള്ള ആശങ്ക എല്ലാം തന്നെ ഉണ്ടായിരിക്കാം. എന്തായാലും കാർ മുന്നോട്ടെടുത്ത് പതുക്കെ നീങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ആന അതിൻ്റെ വഴിയെ തന്നെ കാട്ടിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടായി. മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല. ആളുകൾക്ക് ആശ്വാസം, വനം വകുപ്പിന് ആശ്വാസം, മറ്റുള്ളവർക്കും ആശ്വാസം. റിജിത്ത്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.